വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. വിക്കിയും പീലിയുടെ അമ്മയും നടത്തുന്ന സംഭാഷണം ശ്രദ്ധിക്കൂ. അമ്മ എന്താ പറയുന്നേ? ഒത്തിരി നടന്നു ക്ഷീണിച്ചതല്ലേ, എല്ലാവരും വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ വിക്കി എന്താ പറയണേ? എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്നും തന്നു വിട്ടിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം എന്നാണ് വിക്കി പറയുന്നത്. അപ്പൊ അമ്മ എന്താ പറയണേ? അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്, പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്നും പിടിച്ച മീനും ഒക്കെയാണ് ഉള്ളത്. അത് കഴിച്ചിട്ട് വിക്കി എന്താ പറയുന്നേ? ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്, എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ പ്രതികരണവും രണ്ടാമത്തെ പ്രതികരണവും താരതമ്യം ചെയ്ത് വിക്കിയുടെ മനോഭാവത്തിൽ വന്ന മാറ്റം വിശദമാക്കുക. എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും വിക്കിക്ക് ഉണ്ടായിട്ടുണ്ടാവുക കഴിച്ചു കഴിഞ്ഞപ്പോ? ഒന്ന്, വിക്കി എന്താണ് ആ പശ്ചാത്തലം തിരിച്ചറിയുന്നു. രണ്ടാമത്തതോ, നഗരവും ഗ്രാമവും തമ്മിലുള്ള അർബൻ ലൈഫും നമ്മുടെ വില്ലേജ് ലൈഫും തമ്മിലുള്ള വ്യത്യാസം അവൻ എന്താണ് നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം അവന് മനസ്സിലാക്കുന്നു. പിന്നെ എന്താണ്, പുതിയ സാഹചര്യവുമായിട്ട് അവൻ പൊരുത്തപ്പെടുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നാടൻ ഭക്ഷണം കഴിച്ച് ഇഷ്ടം തോന്നിയ വിക്കി പീലിയുടെ അച്ഛനോട് കൃഷിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പൊ എന്തൊക്കെ ചോദിക്കുക? അച്ഛൻ എവിടെയാണ് കൃഷി ചെയ്യുന്നത്, എന്തൊക്കെയാണ് കൃഷി ചെയ്യാനായിട്ട് ഏതൊക്കെ തരം വിത്തുകളാണ് എടുക്കുന്നത്, പിന്നെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചോദ്യമൊക്കെ ചോദിക്കുക. നമുക്ക് ചുറ്റും ഗ്രാമജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നഗരജീവിതം ഇഷ്ടപ്പെടുന്നവരെയും കാണുകയും ചെയ്യും. ഗ്രാമജീവിതത്തിന്റെയും നഗരജീവിതത്തിന്റെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് ഗ്രാമജീവിതവും നഗരജീവിതവും എന്തൊക്കെയാണ്? ഗ്രാമത്തില് എന്താണ്, ഗ്രാമത്തിന് നമ്മൾ എന്താ വിളിക്കണേ? വില്ലേജ് അല്ലെ. വില്ലേജ് ഗ്രാമം. പിന്നെ ഗ്രാമത്തില് ജീവിക്കാൻ ചെലവ് കുറച്ചു മതി, പിന്നെ നല്ല ക്ലീൻ ആയിരിക്കും, അതുപോലെ ലാർജ് ഏരിയ ഉണ്ടാവും, സ്മോൾ ഇൻ ഏരിയ ആയിരിക്കും ഏരിയ കുറവായിരിക്കും, പിന്നെ ജനസംഖ്യയും കുറവായിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? അർബൻ ലൈഫ് നമ്മുടെ നഗരജീവിതത്തില് ടൗണ് സിറ്റി എന്നൊക്കെ വിളിക്കപ്പെടും. പിന്നെ എന്താ, പോപ്പുലേഷൻ മലിനപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും അധികവും. പിന്നെ പോപ്പുലേഷൻ എന്താണ്, കൂടുതലായിരിക്കും. അതുപോലെ നമ്മുടെ ഏരിയ കൂടുതലുണ്ടാവും. അതുപോലെ ജീവിക്കാൻ ചെലവ് വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് രണ്ടിന്റെയും താരതമ്യമായിട്ട് എഴുതുന്നത്. പിന്നെ പീലിയുടെ ഗ്രാമത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. നീന്തൽ പഠിക്കാൻ ധാരാളം കുളങ്ങളുണ്ട്, ക്വാർട്ടേഴ്സിലാണ് താമസം, കുട്ടികൾക്ക് ധാരാളം കളിസ്ഥലങ്ങളുണ്ട്, സ്ഥാനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും ആഴ്ചന്തകളിൽ നിന്നാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് എഴുതേണ്ടത്. അതാണ് സവിശേഷതയിൽ പെടാത്തത്, ഗ്രാമത്തിന്റെ സവിശേഷതയിൽ പെടാത്തത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ എയില്, ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് ആദ്യം മനുഷ്യർ മനസ്സിലാക്കി. തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പും അതിനുശേഷവുമുള്ള മനുഷ്യന്റെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? മനുഷ്യൻ പച്ചയ്ക്ക് പച്ചയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പച്ചയായിട്ടാണ് ഭക്ഷിക്കുന്നത്. അപ്പൊ തീ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ്? വേവിച്ച ഭക്ഷണം വെന്ത മാംസങ്ങൾ കഴിച്ചു. പിന്നെ എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ കായ്കളും വേരുകളും കിഴങ്ങുകളും ഒക്കെ മാത്രമായിരുന്നു വേരുകളും കിഴങ്ങുകളും മാത്രമാണ് കഴിച്ചിരുന്നത്. ഇവിടെ എന്താണ്? വേരുകളും കിഴങ്ങുകളും ഒക്കെ ചുട്ട് കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം ചുട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതാണ് ഇവര് തീ കണ്ടുപിടിച്ചതിന് ശേഷം ഉള്ള മാറ്റങ്ങൾ. തീ കണ്ടുപിടിക്കുന്നതിന് പച്ചയെ ഭക്ഷിച്ചതൊക്കെ തീ കണ്ടുപിടിച്ചതിന് ശേഷം കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയുടെ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പേരെന്ന് നോക്കാം. എന്താണ്? കുടുംബശ്രീ മിഷൻ. എ ആണ് ഓപ്ഷൻ. എ ആണ് ഉത്തരം. ഇനി മൂന്നാമത്തെ ബി നോക്കൂ. വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. 100 കണക്കിന് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ പെട്ടു, രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന നിലയിൽ, ഉത്തരേന്ത്യയിൽ മിന്നൽ പ്രളയം, കൃഷിയിടങ്ങൾ പൂർണ്ണമായി നശിച്ചു. രാജ്യത്ത് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ഇടയാകുന്ന കാരണങ്ങൾ എന്തെല്ലാം? ഇതിനകത്ത് തന്നെ ഉണ്ട് എന്താണ്? യുദ്ധം. ഒന്നെന്താണ്? നമുക്ക് എഴുതാം, യുദ്ധമാണ് ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ യുദ്ധം ഒഴിവാക്കണം വാറൊക്കെ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ നാച്ചുറൽ കലാമിറ്റി,
നമ്മുടെ പ്രളയം പോലെ അല്ലെ, പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെയാണ് എന്തിന് കാരണമാക്കുന്നത്? രാജ്യത്ത് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ഇടയാക്കുന്നത്. പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് നൽകാവുന്ന 2 നിർദ്ദേശങ്ങൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകാം? യുദ്ധം ഒഴിവാക്കുക, അതുപോലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് അല്ലെ. അപ്പൊ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ഇടയാക്കുന്ന കാര്യങ്ങൾ യുദ്ധം, പിന്നെന്താണ് നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങൾ അല്ലെ, നാച്ചുറൽ കലാമിറ്റീസ്, പിന്നെ തൊഴിലില്ലായ്മ, അതൊക്കെയാണ് എയുടെ ഉത്തരം. ബിയുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കണം അല്ലെ. യുദ്ധം ഒഴിവാക്കുക, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, പ്രകൃതിയെ ദ്രോഹിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പട്ടിണിയില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയും. 4ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രം നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ ഗ്രാമത്തിലെ 2 കാർഷിക തൊഴിലുകൾ ഏതെല്ലാം? എന്തൊക്കെ കാർഷിക തൊഴിലുകളാണുള്ളത്? ഒന്ന് എന്താണ്? പൗൾട്രി ഫാമിംഗ് അല്ലെ, പൗൾട്രി ഫാമിംഗ് ഉണ്ട്. പിന്നെന്താണ്? പൗൾട്രി ഫാമിംഗ് ഉണ്ട്. പിന്നെന്താണ്? അഗ്രികൾച്ചർ, കൃഷി, ക്രോപ്പ് കൾട്ടിവേഷൻ അല്ലെ, ക്രോപ്പ് കൾട്ടിവേഷൻ ഉണ്ട്. 2 ഉണ്ട് അല്ലെ, വയല്, പിന്നെന്താണ്? പശു ഫാം, ഇതൊക്കെ ഉണ്ട്. ഇനി 2 കാർഷികേതര തൊഴിലുകൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെന്താണ്? നമ്മുടെ മാർക്കറ്റ്, പലചരക്ക് കട അല്ലെ, വെജിറ്റബിൾ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ട് അല്ലെ, ഷോപ്സ് ഉണ്ട് അല്ലെ, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, മാർക്കറ്റുകളുണ്ട് അല്ലെ. ഹോസ്പിറ്റലും ഒക്കെ എഴുതാം. നെക്സ്റ്റ്, പലചരക്ക് കടക്കാരൻ കൃഷിക്കാരനെ എങ്ങനെ സഹായിക്കുന്നു? പലചരക്ക് കടക്കാരൻ എങ്ങനെയാണ്? കർഷകൻ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് അല്ലെ, കർഷകൻ പണിയെടുത്തുണ്ടാക്കുന്ന സാധനങ്ങൾ, കർഷകൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി സഹായിക്കുന്നു അല്ലെ, കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി സഹായിക്കുന്നു. കൃഷിക്കാരൻ പലചരക്കുകാരനെ എങ്ങനെ സഹായിക്കുന്നു? തിരിച്ചും പലചരക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് അല്ലെ, തിരിച്ച് പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ മേഖല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മേഖലയാണ്? കാർഷിക മേഖല. എ ആണ് ഉത്തരം. 4ാമത്തെ ബി ക്വസ്റ്റ്യൻ, വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. ദീപുവിന്റെ വീട്ടിൽ 4 വരുമാന സ്രോതസ്സുകളുണ്ട്. അച്ഛൻ വയലിൽ നെൽകൃഷി ചെയ്യുന്നു, അമ്മ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നു, ദീപു പഠനത്തിന് ശേഷം പച്ചക്കറി വിറ്റ് കാശുണ്ടാക്കുന്നു, മുത്തശ്ശി വീടിന്റെ മുകളിലോ മുറി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇതിന്റെ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ പരിശോധിച്ച് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ്. അച്ഛൻ കൃഷിയാണ്, അപ്പോൾ കൃഷിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് വിള, ക്രോപ്പ് എന്ന് പറയും, ക്രോപ്പാണ്. അമ്മ എന്താണ്? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നു, അമ്മയ്ക്ക് തൊഴിലാണ് അല്ലെ, തൊഴിലാണ്. അപ്പൊ അമ്മയുടെ വേജ് അല്ലെങ്കിൽ സാലറി, വേജ് ഓർ സാലറി ആണ്. ദീപു ബിസിനസ് ആണ്, ബിസിനസ് ആവുമ്പോ എന്താണ്? പ്രോഫിറ്റ്, ലാഭമാണ്. അടുത്ത് മുത്തശ്ശി ആസ്തികളാണ്. ആസ്തികൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാടക അല്ലെ, വാടക അല്ലെങ്കിൽ റെന്റ്, ലീസ് എന്നൊക്കെ പറയും അല്ലെ. ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ബി ക്വസ്റ്റ്യൻ, നെൽകൃഷി നഷ്ടമായ ദീപുവിന്റെ കുടുംബം പട്ടിണിയാകുമോ? കാരണം വിശദമാക്കുക. നെൽകൃഷി കാരണം ഇല്ല. പ്രശ്നം എന്തുകൊണ്ടാണ്? ഈ കുടുംബത്തിൽ മറ്റുള്ള വരുമാന സ്രോതസ്സുകൾ അല്ലെ, വേറെയും സോഴ്സ് ഉണ്ട്, ഇൻകം സോഴ്സുകൾ ഉണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ, അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. നൽകിയിരിക്കുന്ന ചില സ്വയം തൊഴിൽ സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക. പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണത്തിലൂടെ അനുവും അനിതയും ഒരു മാസം നേടുന്നത് 50,000 രൂപയാണ്. ശാരീരിക വെല്ലുവിളി നേരിടുന്ന വിൻസി തനിക്ക് അനുവദിക്കപ്പെട്ട അക്ഷയ സെന്റർ നടത്തിപ്പിലൂടെ കുടുംബജീവിതം ഭദ്രമാക്കി. വിവിധ തരം മസാലപ്പൊടികളുടെ നിർമ്മാണത്തിലൂടെ സുഹറയും അലോനയും നീതുവും നേടുന്നത് 2 ലക്ഷം രൂപയാണ്. ഇതിലെ ക്വസ്റ്റ്യൻ, എന്താണ് സ്വയം തൊഴിൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് സ്വയം തൊഴിൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? ഏതെങ്കിലും എന്താണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്? ഒരു തൊഴിലുടമയുടെ നിയന്ത്രണമില്ലാതെ എന്താണ്? സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അതായത് ആരും നമ്മുടെ മേലെ ഒരു നിയന്ത്രണവും ഇല്ല, ഒരു തൊഴിലുടമയൊന്നും നമുക്കില്ല, സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും 2 സ്വയം തൊഴിൽ സന്ദർഭങ്ങൾ കുറിക്കുക. ഏതൊക്കെയാണ്? നിങ്ങൾക്ക് എഴുതാവുന്ന സ്വയം തൊഴിലായിട്ട് നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, എന്താണ്? ടൈലറിങ് ചെയ്യാം അല്ലെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടൈലറിങ് ചെയ്യാം, നിങ്ങൾക്ക് ഒരാളുടെ ഇതില്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം.
വേറൊരു ആളുടെയും നിങ്ങളുടെ മേലെ എന്തുണ്ടാവില്ല, ഇതുണ്ടാവില്ല. അപ്പൊ സ്വയം തൊഴിൽ ചെയ്യുന്നത് ഏതൊക്കെയാണ്? സ്വയം തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്നതിനാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പൊ ടൈലറിങ്ങും ബിസിനസ്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. സി ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരാണ്. കൈവല്യ എന്ന് പറയുന്നത് ആരാണ്? കൈവല്യ എന്ന് പറയുന്നത് ശരണ്യ വനിതകൾ, കൈവല്യ ഭിന്നശേഷിക്കാർ. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ സി, രണ്ടാമത്തെ ബി തന്നെ, മൂന്നാമത്തെ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സുനു ചില സമയങ്ങളിൽ കോട്ടൺ ബനിയനും ജീൻസും ധരിക്കുന്നു, ചില സമയങ്ങളിൽ റെയിൻകോട്ട് ധരിക്കുന്നു, ചില സമയങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കുന്നു. സുനു വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മള് ചൂടുള്ളപ്പോ എന്താണ് ചൂടിനെ പ്രതിരോധിക്കുന്ന വസ്ത്രം ഇടും, തണുപ്പാണെങ്കിൽ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രം ഇടും അല്ലെ, മഞ്ഞാണെങ്കിൽ മഞ്ഞിന് അല്ലെ. അപ്പൊ വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ കാരണം കാലാവസ്ഥയെ പ്രതിരോധിക്കാനാണ്. ക്ലൈമറ്റ് ചേഞ്ചിന് അല്ലെ, പ്രൊട്ടക്ട് ഫ്രം എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഇന്നത്തെ പോലെ വിവിധ തരം വസ്തുക്കൾ ധരിക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ട്? ഇല്ല. എന്തുകൊണ്ടാണ്? പണ്ട് മനുഷ്യര് ഇലയും പിന്നെ എന്താണ് നമ്മളുടെ മൃഗങ്ങളുടെ സ്കിന്നൊക്കെയാണ് എന്താണ് ഡ്രസ്സായിട്ട് ധരിച്ചിരുന്നത്. തന്നിരിക്കുന്ന സൂചകങ്ങളിൽ നിന്ന് ഇന്നത്തെ മനുഷ്യന്റെ വ്യത്യസ്തത്തിൽ വന്ന മാറ്റങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യം എന്താണ്? ഒന്നാമത്തെ ഇതാണ്, മരഊരി വലിയ ഇലകൾ, മൃഗത്തോൽ എന്നിവ വസ്ത്രമാക്കി ധരിച്ചു. രണ്ടാമത്തെ എന്താണ്? നെയ്ത്ത് വിദ്യ ആരംഭിച്ചു. മൂന്നാമത്തെ പരുത്തിയിൽ നിന്നും തുണി നിർമ്മിച്ചു. നാലാമത്തെ ആധുനിക വസ്ത്രനിർമ്മാണ യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം 1 ഇത്, 2 ഇത്, 3 ഇത്, 4 ഇത്. ഇങ്ങനെയാണ് ഇതിനെ എഴുതേണ്ടത്. താഴേന്ന് മേലേക്കാണ് എഴുതേണ്ടത്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.